ഹേ ഗൈസ്, നമുക്കിന്ന് ഒട്ടക ബിരിയാണി ഉണ്ടാക്കിയാലോ? നാട്ടിലുള്ളവർക്ക് മട്ടൻ വെച്ച് ട്രൈ ചെയ്യാം കേട്ടോ. ഫാറ്റ് ഇല്ലാത്ത മീറ്റ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് യൂസ് ചെയ്യുന്ന മസാലയാണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും മിനിമലായിട്ട് മാത്രമേ ഉള്ളൂ. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരു 4 ചെറിയ സവാള, 10 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്, 2 ചെറിയ തക്കാളി. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഒട്ടകത്തിനും മട്ടനും വേവ് കൂടുതലാണ്. അതുകൊണ്ട് മുന്നേ കൂട്ടി കുക്കറിൻ്റെ അകത്ത് ഒരു 5 വിസിൽ വരെ കുക്കറിൻ്റെ അകത്ത്, അത് മട്ടൻ്റെ നിങ്ങൾ ഏത് കണക്കാണ്, നിങ്ങൾക്ക് എത്ര വിസിൽ വേണം അത് നിങ്ങളെ ചോയ്സാണ്. ഒട്ടകത്തിന് 5 വിസിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കരുത്. ഡ്രൈ ആയ ഒട്ടകമാണ്. കഴുകി നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം കുക്കറിൻ്റെ അകത്ത് ഇട്ട് മഞ്ഞപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുക്കർ വെക്കുന്നത്. ഒരു 5 വിസിൽ വരെ കാത്തിരിക്കുക. 5 വിസിൽ കഴിഞ്ഞ് ഓഫാക്കി വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചോറിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. ചോറിൻ്റെ പരിപാടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളിൽ നിന്ന് തക്കാളി ഒഴികെ ബാക്കി എല്ലാം എടുത്തിട്ട് എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് വരട്ടണം. ബ്രൗൺ കളർ ആവുന്ന സമയം വരെ, മുമ്പ് വരെ ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുക. ബ്രൗൺ കളർ ആയതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ പട്ട, ഗ്രാമ്പു, പിന്നെ കുരുമുളക് ഇതിട്ട് ജസ്റ്റ് ഒന്ന് വരട്ടണം. വരണ്ട് അതിൻ്റെ മണം ഒന്ന് മാറി, ഒരു ടൈപ്പ് ഒരു മസാലയുടെ മണം മാറാൻ നേരത്ത് അതിനകത്ത് ആവശ്യത്തിലേറെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. കാര്യം നമ്മൾ റൈസ് ഊറ്റുക ചെയ്യുന്നത്. റൈസ് ഇട്ട് അത് വേവിക്കാൻ വെക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പാൻ എടുത്തിട്ട് നമുക്കിനി മസാല ഉണ്ടാകുക. മസാലയ്ക്ക് ബാക്കി വന്ന വെജിറ്റബിളിൽ നിന്ന് തക്കാളി ഒഴികെ ബാക്കിയെല്ലാം തട്ടി ജസ്റ്റ് ഒന്ന് വരണ്ട് വന്നതിന് ശേഷം തക്കാളി ഇടണം. ഇട്ട് ജസ്റ്റ് ഒന്ന് വരണ്ട് വന്നതിന് ശേഷം പിന്നെ ചെയ്യേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ മസാലപ്പൊടികൾ ഇടുക. അതിലിടേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ 1 സ്പൂൺ ഫുള്ളായിട്ട് ഇടേണ്ടുള്ളത് മുളക് പൊടി, കുരുമുളക്, ഗരം മസാല, പിന്നെ ബിരിയാണി മസാല ഉണ്ടല്ലോ അത്. മഞ്ഞപ്പൊടി കുറച്ചേ ഇടാവൂ, ഒരു പകുതി അല്ലെങ്കിൽ ഒരു തുള്ളി ഇട്ടാലും മതി. ഇട്ട് ജസ്റ്റ് ഒന്ന് വരണ്ട് വന്നതിന് ശേഷം ഈ ഗ്രേവി ഉണ്ടല്ലോ നമ്മളുണ്ടാക്കി, അത് നമ്മൾ കുക്കറിലോട്ട് തട്ടിയിട്ട് അതിൻ്റെ അകത്തിട്ട് ഒന്നിനും കൂടെ വേവിക്കണം. ഒന്ന് നല്ല ഇളക്കിയിട്ട് വേവിച്ച് നല്ല വെന്ത് വരുമ്പോൾ ഈ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് തട്ടിയിട്ട് വേറൊരു സംഭവം കൂടെ ചെയ്യണം. നിങ്ങൾ ചെറിയൊരു തക്കാളി എടുത്തിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഈ നമ്മൾ ഈ ദം ചെയ്യാൻ വെക്കുമല്ലോ അതിൻ്റെ മോളിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ആ മുകളിലത്തെ റൈസ് കൊണ്ടൊന്ന് ഇളക്കി സെറ്റാക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് നിങ്ങൾ ഈ കുക്കർ ഒന്ന് ദം ചെയ്യാൻ വെക്കുക. വേറെ ഒന്നും അത് തൊടാനോ ഒന്നും ചെയ്യേണ്ട. അത് ഇതുവരെ നിങ്ങൾക്ക് നല്ല അടിപൊളി ബിരിയാണി കിട്ടും. ഇത് ഒന്നാത്തരം ഉണ്ടാക്കാൻ എളുപ്പമാണ്, വലിയ കോസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് ബാച്ചിലേഴ്സിനും ആർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. പിന്നെ ചിക്കൻ വെച്ചൊന്ന് ട്രൈ ചെയ്യാതെ നോക്കാതിരിക്കുക. മെയിൻലി മട്ടനും ഒട്ടകവുമാണ് അടിപൊളി. ഞാൻ നല്ല ആസ്വദിച്ച് ഫസ്റ്റ് ട്രിപ്പ് ഒരെണ്ണം കഴിച്ച്, അതിനുശേഷം ടേസ്റ്റ് കാരണം രണ്ടാമത് പിന്നെ ഇട്ട് കഴിച്ചേ. പിന്നെ അടിപൊളിയായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് എന്നെ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.